അമ്മ, ദൈവം അല്ലേടാ? നിന്റെ കുറ്റം അല്ലത്. ദൈവം മറ്റുള്ളവരുടെ മനസ്സല്ലേ കാണുന്നത്. ദൈവത്തിന്റെ മനസ്സ് കാണാൻ ആരും ശ്രമിക്കാറില്ലല്ലോ, അല്ലേടാ? ഈ ചോരയുടെ ഗുണം നീ കുറേയേറെ പണിപ്പെട്ടാലും മാറാൻ പോകുന്നില്ല. കാരണം ഈ സത്യഭാമയുടെ വയറ്റില നിന്റെ ജീവൻ മുള പൊട്ടിയത്. മനസ്സിലായോ? മോളെ, നിനക്ക് വേണമെങ്കിൽ എന്റെ കൂടെ വരാം. എനിക്കൊന്ന് ആലോചിക്കണം. ശരി, ആലോചിക്കേ. സമയം ഇഷ്ടം പോലെയുണ്ട്. വാ മോളെ, വാ. എനിക്ക് ആരും വേണ്ട വിഷ്ണുവേട്ടാ, ഒന്നും വേണ്ട. ശാലയുടെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അത് മാത്രം മതി. എന്റെ മകൾക്ക് ആപത്തൊന്നും വരുത്തല്ലേ. ശരിയായില്ല ഭാമേ, നീ ചെയ്ത ഒട്ടും ശരിയായില്ല. ഞാൻ ചെയ്തതാണോ ശരിയല്ലാത്തത്, അതോ രാഘവേട്ടൻ പ്രീതിയും ശാലിയും തുറന്നു വിട്ടതോ? ഇവിടെ നിനക്ക് അവരെ പൂട്ടിയിട്ടിട്ട് പോനെ, അവർ നീ വളർത്തുന്ന പട്ടിക്കുട്ടികളൊന്നുമല്ല. അല്ല, നീ എന്ത് ഭാവിച്ചാ അർജുനന്റെ കല്യാണം നടത്താൻ വേണ്ടി ഇവിടെ ഇറങ്ങി തിരിച്ചത്? മകളുടെ ഭർത്താവിന്റെ രണ്ടാം കണ്ട പായസം വിളമ്പാനാ? രാഘവേട്ട, എനിക്കെന്റെ വാക്കാണ്. വാക്കും ഭാമേ, അന്ധമായിട്ട് ഒന്നിനെയും വിശ്വസിക്കരുത്, ദൈവത്തിനെ പോലും. സാമാന്യ യുക്തി എന്നുണ്ട്. വാക്ക് നടപ്പാക്കാൻ ഇറങ്ങിയ നീ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടില്ലേ? രാഘവേട്ട, അത് അവരവിടെ കേറി വന്നതുകൊണ്ടല്ലേ. ഭാമേ, ഇനി നീ അത് പറയരുത്. അർജുന്റെ കല്യാണ വേദിയിലേക്ക് കയറി ചെല്ലാൻ നിന്നേക്കാൾ അവകാശമുള്ള നമ്മുടെ മോൾ പ്രീതിക്കാം. ഇപ്പോഴും അവൾ അർജുന്റെ ഭാര്യ. ബന്ധം വേർപെടുത്തിട്ടില്ലെന്ന് ഓർമ്മിക്കണം. അതെ, ഈ കല്യാണം നടന്നിരുന്നെങ്കിലും അർജുനും അത് നടത്താൻ മുന്നിൽ നിന്ന് നീയും വസുമതിയും ഒക്കെ അകത്താ. അവിടെ വെച്ചൊരു സംഘർഷം ഉണ്ടായതും കല്യാണം മുടങ്ങിയതും നിങ്ങളുടെയൊക്കെ ഭാഗ്യമാണെന്ന് ഓർത്താൽ മാത്രം മതി. അല്ല, ഒരിക്കൽ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൈവലം കിട്ട് കയറ്റിയ വസുമതിക്ക് വേണ്ടിയല്ലേ നീ ഇപ്പൊ ഈ കല്യാണം നടത്താൻ വേണ്ടി ഓടി നടന്നത്?
അന്ന് നിന്നെ ഇറക്കാൻ വേണ്ടി ഓടി നടന്നത് ഈ അർജുനാ, നീ മറക്കണ്ട. അതേ അർജുൻ തന്നെയാ എന്റെ മകളെ വേണ്ടാന്ന് പറഞ്ഞ് ഡിവോഴ്സ് പെറ്റീഷനുമായിട്ട് ഇവിടെ കയറി വന്നത്. ഭാമേ, അവനതിന് മനസ്സുണ്ടായിട്ടൊന്നും അല്ല. പലവിധ സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അത് ഫോൺ ചെയ്തപ്പോ നിന്നോട് അവൻ തുറന്ന് പറഞ്ഞതുമല്ലേ? അതെന്താ രാഘവേട്ട, അവന് വേണോന്ന് തോന്നുമ്പോ എടുത്ത് ഓമനിക്കാനും അല്ലാത്തപ്പോ തൊടിയിലേക്ക് വലിച്ചെറിയാനുള്ള കളിക്കോപ്പാണ് എന്റെ മകള്. ഭാമേ, ദേ, അർജുൻ ശങ്കറുമായുള്ള ബന്ധത്തിൽ നിന്ന് എന്റെ മകൾക്ക് ദുരിതങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആദ്യത്തെ ഗർഭം അലസിയത് എങ്ങനെയാണെന്ന് രാഘവേട്ടന് അറിയാലോ. അവന്റെ കൈകൊണ്ട് തന്നെയാ. വീണ്ടും ഒരു ബന്ധം വേണ്ടെന്ന് എന്റെ മകളെ ഞാൻ വിലക്കിയിരുന്നല്ലേ. അവളത് കണക്കിലെടുത്തില്ല. രാഘവേട്ടൻ അടക്കമുള്ളവർ എന്നെ ഒളിച്ചും മറച്ചും അവനുമായിട്ടുള്ള ബന്ധം തുടർന്നു. ഫലമോ പ്രീതിക്ക് രണ്ടാമതൊരു ഗർഭം. അത് അലസിപ്പിച്ചതോ അവന്റെ അമ്മ. ഇനി രാഘവേട്ടനു പറയാം അർജുനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എന്ത് നേട്ടമോ നമ്മളുടെ മകൾക്കുണ്ടായതെന്ന്. ക്യാൻസർ ഉണ്ടായാൽ ആ ശരീരഭാഗം ഏതായാലും മുറിച്ചു മാറ്റണം രാഘവേട്ട. അത് ഭാമേ, ഞാൻ എന്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് അർജുൻ ശങ്കർ എന്ന ക്യാൻസറിനെ എന്നേ മുറിച്ചു മാറ്റേണ്ടതാ. ഭാമേ, നീ അറിയാലോ, ഡിവോഴ്സ് പെറ്റീഷൻ തയ്യാറാക്കിയത് ഞാനല്ല. അർജുന്റെയും വസുമതിയുടെയും കയ്യിലിരിപ്പ് വെച്ച് എന്നേ ഞാനത് ചെയ്യേണ്ടതായിരുന്നു. വസുമതി തന്നെ അത് ചെയ്തത് നന്നായി. അവൻ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് കൊണ്ടുവരുമ്പോ ഞാൻ എന്താ വസുമതിയുടെ കാല് പിടിച്ച് കരയണമായിരുന്നോ? അയ്യോ, എന്റെ മകളുടെ ജീവിതം നശിപ്പിക്കരുതേ എന്നും പറഞ്ഞോണ്ട്. സത്യഭാമ അതിന് കിട്ടില്ല. അർജുനെ, എന്റെ മകളെ വേണ്ടെങ്കിൽ വേണ്ട. അവളുടെ രണ്ടാം വിവാഹം ഞാൻ മുന്നിൽ നിന്ന് നടത്തും, തന്റെ ഇടത്തോടെ. അതാണ് എന്റെ ന്യായം. മോളെ, തുടരുന്നവളെ, തൊട്ടുപോരുന്നവളെ. നീ ഇവളെ ഇവിടെ കുടിവാർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നല്ല ഞാൻ. ഇപ്പോഴും ജീവനോട് ഉണ്ടെന്ന് കാണിക്കാൻ, അത് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ ഇവിടെ കൊണ്ടുവന്നേ. ഹേമലതയുടെ തോക്കിന് മുമ്പിലേക്ക് ശാലി കയറി നിന്നില്ലായിരുന്നെങ്കിലേ ഇവള് നീ തളത്തിൽ വെള്ള പുതപ്പിച്ച് കിടന്നേനെ. ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് തിരിച്ചു കിട്ടി പ്രാണനുമായിട്ടാ എന്റെ അനിയത്തി ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നേ. വിഷ്ണു, മക്കളെ, എടാ, കഴിഞ്ഞൊക്കെ കഴിഞ്ഞില്ലേ, ഇനി മുന്നോട്ട് എന്താ നോക്കാം നമുക്ക്. എനിക്കും താല്പര്യം അത് തന്നെയാണ് അച്ഛാ. പക്ഷേ അതിനു മുമ്പ് എന്റെ അമ്മയൊന്ന് പറയണം, ഇനിയുള്ള തീരുമാനം എന്താണ്. അർജുന്റെ കല്യാണമാണെന്ന് അറിഞ്ഞിട്ടാ അമ്മ എന്നെ പുറത്തേക്ക് പറഞ്ഞയച്ച്. ഇവളെയും ശാലിനിയും മുറിയിൽ പൂട്ടിയിട്ടു. മനസ്സാക്ഷിയുള്ള ഒരു അമ്മ അങ്ങനെ ചെയ്യില്ല. എന്റെ ശാലിനി അവിടെ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുക. അമ്മയുടെ തീരുമാനം എന്താണെന്ന് അറിയണം എനിക്ക്. അമ്മ പറയണം, എന്റെ ഭാര്യ അനിയത്തിയൊക്കെ കണ്ണി കണ്ട കൊലയാളികൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അമ്മ പറയണം. നിനക്കെന്താ അറിയണ്ടേ? എന്റെ അനിയത്തിക്ക് ഒരു സമാധാന ജീവിതം കിട്ടുമെന്ന്, ഇവൾക്ക് ഇവളുടെ ഭർത്താവിന്റെ ഒപ്പം ജീവിക്കാൻ കഴിയുമെന്ന്.
അതറിയാൻ വേണ്ടിയാണെങ്കിൽ ഇങ്ങോട്ട് വരണമെന്നില്ലായിരുന്നല്ലോ. സത്യഭാമയ്ക്ക് വാക്കാണ് ദൈവം. അതിനുവേണ്ടി മരിക്കും സത്യഭാമ. ഇതാണോ അമ്മയുടെ അവസാന തീരുമാനം? അവസാന തീരുമാനം അല്ലടാ, എന്നത്തെയും തീരുമാനോ. സത്യഭാമയുടെ ഉടലിൽ ഉயிருള്ളത് വരെ. നീ വേണ്ടച്ച, അമ്മയുടെ തീരുമാനം മാറ്റാൻ പഠിപ്പെടണ്ടച്ച. അമ്മയ്ക്ക് അമ്മയുടേതായ തീരുമാനങ്ങളും ബോധ്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ മക്കൾക്കും മരുമക്കൾക്കും ഒന്നും ഒറ്റ സ്ഥാനമില്ല, ഭർത്താവിന് പോലും. വിഷ്ണു വേണ്ടച്ച, ഇനി വേറെ സംസാരമില്ല. വാപ്രീതി നിന്റെ സന്തോഷവും സമാധാനവും എവിടെ കിട്ടുമെന്ന് തീരുമാനിക്കുന്നത് നിന്റെ ഏട്ടനല്ല, നിന്റെ ഭർത്താവ് ആരായിരിക്കണമെന്നും. ഇതുവരെ നടന്ന തീരുമാനവും തെരഞ്ഞെടുപ്പും എല്ലാം കേമമായിരുന്നു. അതുകൊണ്ടേ ഇനി സത്യഭാമ തീരുമാനിക്കും. വന്നേ. എടി നിന്നോട് വരാല്ലേ പറഞ്ഞേ? ഇങ്ങോട്ട് വാ. മോനെ ഓടി. അമ്മേ, നിന്നോട് വരാനല്ലേ പറഞ്ഞേ? വാ വരാൻ. നീ മോനെ വാ. ഭാമേ, വരാൻ പറഞ്ഞ വന്നോണം. അവർ തിരിച്ചു വിളിക്കും. ഭാമേ വാ. ഭാമേ, ഞാനാ പറയുന്നേ, നമ്മുടെ മക്കളെ തിരിച്ചു വിളിക്കാൻ. മോനെ ഭാമേ, ഭാമേ. ഇനി ജീപ്പ് നമുക്ക് വേണ്ട. അവിടെ നിന്റെ ഏട്ടൻ പണം കൊടുത്ത് വാങ്ങിയതല്ലേ ഈ ജീപ്പ്? വിഷ്ണുവിന്റെ അധ്വാനത്തിന് കണക്ക് വെച്ചിട്ടില്ല. കണക്ക് വെക്കാൻ മറന്നുപോയി. പോട്ടടാ
സാറിന്റെ കാലിനിപ്പോ ഭേദമുണ്ട്. അന്വേഷിക്കേണ്ടവര് അന്വേഷിക്കുന്നില്ലല്ലോ. ഞാൻ വന്ന വിവരം പറഞ്ഞില്ലേ അയാളോട്? പറഞ്ഞു. എന്നിട്ട് വലിയച്ചയ്ക്ക് കണ്ടെന്നാ പറഞ്ഞേ. എന്നോട് അയാൾ പെരുമാറിയ രീതിയൊക്കെ വെച്ച് നോക്കിയാ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ലാത്തയാ. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോ ഒന്ന് അന്വേഷിക്കാതിരിക്കുന്നത് മര്യാദയല്ലല്ലോ എന്ന് തോന്നി. ഞാൻ വന്നിരുന്നു എന്ന് ശാരദാമ്മയുടെ അടുത്ത് പറഞ്ഞിരുന്നാ മതി. അല്ല, സാർ പോവാണോ? അയാൾക്ക് എന്നെ കാണാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ അവിടെ നിന്നിട്ട് എന്തിനാ ശ്യാമേ? സാറേ, കാണണ്ടെന്ന് പറഞ്ഞ കാണണ്ടെന്നാണോ? സാറ് വലിയ പഠിപ്പും വിവരമൊക്കെ ഉള്ള ആളല്ലേ. എന്നെയൊക്കെ പഠിപ്പിക്കുന്ന സാറ്. എന്റെ വല്യേച്ചി വലിയ പഠിപ്പൊന്നും ഇല്ലാത്ത വെറും സാധുവാ സാറേ. അതിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായ സാറാ പറഞ്ഞു തിരുത്തേണ്ടത്. ശ്യാമേ, ഞാൻ അതിന് ശ്രമിക്കാഞ്ഞിട്ടാണോ? ചേച്ചിയുടെ ഭാഗത്തുനിന്ന് എടുത്തുചാട്ടവും വീഴ്ചയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ശരിയാ. പക്ഷെ ഇപ്പൊ എല്ലാം കൊണ്ടും മനസ്സ് തകർന്നിരിക്കുവോ ആ പാവം. സാറിന് വേണമെങ്കിൽ അത് പരിഗണിക്കാതെ ഇറങ്ങിപ്പോവാം. സാറിന്റെ അത്ര പഠിപ്പോ അനുഭവ പരിചയമോ ഇല്ല. പക്ഷെ പറയാതെ പറയുന്നതും കൂടി മനസ്സിലാക്കുന്നിടത്താ യഥാർത്ഥ സ്നേഹമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എടാ, എന്താ ഇത്? താനെന്താ ഇങ്ങനെ വെറുതെ കരയുന്നേ? നോക്ക്, എന്നെ കാണണമെന്നല്ലേ ഇയാള് പറഞ്ഞേ? സർ,